ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ വ്യക്തമായ വിശദീകരണം. എന്നു മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ 43-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വ അൻതും സുകാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. വിശ്വാസികളെ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കെ നമസ്കാരത്തെ സമീപിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ജനാബത്തുകാരായിരിക്കെ, വലിയ അശുദ്ധിയുള്ള ആളുകളായിരിക്കെ നിങ്ങൾ നമസ്കാരത്തെ സമീപിച്ചു പോവരുത്. ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കുന്നതുവരെ, ശുദ്ധിയാകുന്നതുവരെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമസ്കാരമാകട്ടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ഒരു ദിവസം പ്രഭാതം മുതൽ പിന്നീട് ഉറങ്ങാൻ കിടക്കുന്നതുവരെ വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് നമസ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം ഒരു വിശ്വാസി. ഒരു വിശ്വാസി എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം. പ്രത്യേകിച്ചും വലിയ അശുദ്ധിയിൽ നിന്ന് അവന് ശുദ്ധിയായിട്ടില്ലെങ്കിൽ അവന് നമസ്കരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വലിയ അശുദ്ധി എപ്പോഴാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ചും, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധിയാവേണ്ടത് എന്നതിനെ സംബന്ധിച്ചും, അങ്ങനെ വലിയ അശുദ്ധി ഉള്ളപ്പോൾ വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ അറിവ് വിശ്വാസികൾക്ക് അനിവാര്യമാണ്. പക്ഷേ പലപ്പോഴും ധാരാളം ആളുകൾക്ക് അതിനെ സംബന്ധിച്ചുള്ളൊരു ഏകദേശ ധാരണയുണ്ട് എന്നല്ലാതെ വളരെ കൃത്യമായി വ്യക്തമായി അവർ അതിനെ സംബന്ധിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ധാരാളം ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരല്പം വിശദീകരിച്ചുകൊണ്ട് തന്നെ പഠിക്കുവാൻ നാം ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മാന്യത നൽകട്ടെ. ഏറ്റവും ശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇൻ കുൻതും ജുനുബൻ ഫത്വഹറു, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ വേഗം ശുദ്ധി വരുത്തണം. മാത്രമല്ല, ഇതിൻ്റെ ഗൗരവത്തെ കാണിക്കുന്ന ഒരു ഹദീസ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഖംസുൻ മൻ ജാഅ ബിഹിന്ന മഅ ഈമാനിൻ ദഖലൽ ജന്ന, 5 കാര്യങ്ങൾ ഈമാനോടുകൂടി ആര് ചെയ്താലും അവൻ സ്വർഗത്തിൽ പോകും. അതിലൊന്ന്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി അല വുദൂഇഹിന്ന വ റുകൂഇഹിന്ന വ സുജൂദിഹിന്ന വ മവാഖീതിഹിന്ന, 5 വക്ത് നമസ്കാരം കൃത്യമായ വുളുഓടുകൂടി റുകൂഉം സുജൂദുമെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കലാണത്. വസാമ റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കൽ. വഹജ്ജൽ ബൈത ഇനിസ്തതഅ ഇലൈഹി സബീല, അതേപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ. വഅഅത സകാത, സകാത തയ്യിബതൻ ബിഹാ നഫ്സുഹു, സകാത്ത് നൽകൽ. വഅദ്ദൽ അമാന, 5-ാമതായി പറഞ്ഞത് അമാനത്ത് നിറവേറ്റുക. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാലു, അത് കേട്ട ആളുകൾ ചോദിച്ചു, യാ അബൂദർദ വമാ അദാഉൽ അമാന, എന്താണ് ഈ അമാനത്ത്, ഉത്തരവാദിത്തം നിർവഹിക്കൽ അല്ലെങ്കിൽ അമാനത്ത് വീട്ടൽ എന്താണ്? ഖാല, അദ്ദേഹം അതിന് നൽകിയ മറുപടി, അൽ ഗുസ്ലു മിനൽ ജനാബ, അത് വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കലാണ്, ശുദ്ധിയാവലാണ്. നിങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ ശുദ്ധിയാവലാണ് അമാനത്ത് നിർവഹിക്കൽ. അത് അദ്ദേഹം അതിന് നൽകിയൊരു വ്യാഖ്യാനമാണ്. എന്നിട്ട് അദ്ദേഹം അതിനുള്ള കാരണം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഇന്ന അല്ലാഹ ലം യഅ്മനി ഇബ്ന ആദമ അലാ ഷൈഇൻ മിൻ ദീനിഹി ഗൈറഹ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ആദമിൻ്റെ മക്കളെ ഇതേപോലെ വിശ്വസിച്ചേൽപ്പിച്ച വേറൊരു കാര്യവുമില്ല. അത്രയ്ക്ക് ഗൗരവത്തിൽ അവർ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് ജനാബത്ത് ആയാൽ കുളിക്കുക എന്നുള്ളത്. എന്താണിത് പറയാൻ കാരണം? നമുക്കറിയാം, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ചെയ്യേണ്ട 1-ാമത്തെ കർമ്മമാണ് നമസ്കാരം. പരലോകത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. എന്നാൽ ഈ നമസ്കാരം ശരിയാവണമെങ്കിൽ ഒരാൾ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ജനാബത്ത് കുളിക്കാത്ത ഒരാൾക്ക് കൃത്യമായി നമസ്കരിക്കാൻ കഴിയില്ല. നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലുള്ള അപകടം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇസ്ലാമിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഇൻഷാ അല്ലാഹ് മറ്റു പല വിഷയങ്ങളും നമ്മൾ പറയും. ഇവിടെ നാം ആദ്യം തിരഞ്ഞെടുത്തത് ജനാബത്ത് കുളിയെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് ജനാബത്ത്?
അതിൻ്റെ ഭാഷാപരവും മതപരവുമായ അർത്ഥം എന്താണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ അൽ ജനാബത്തു ലുഗത്തൻ, ഭാഷയിൽ ജനാബത്ത് എന്ന് പറഞ്ഞാൽ ളിദ്ദുൽ ഖുർബി വൽ ഖറാബ, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ജനാബത്ത് എന്ന് പറഞ്ഞാൽ ദൂരെ നിൽക്കുക. ജനബ ഷൈഅ ഔ തജന്നബ, ജാനബ, തജാനബ, വജ്തനബ, ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം ബഉദ അൻഹു, ഒന്നിൽ നിന്ന് അകന്നു നിൽക്കുക, വിട്ടു നിൽക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പരദേശിയായ സ്വന്തം നാട്ടുകാരല്ലാത്ത ആളുകൾക്ക് ജുനുബ് എന്ന് പറയും, ദൂരം നിന്ന് വന്ന ആൾക്ക്. അങ്ങനെ പറയാറുണ്ട് ഭാഷയിൽ. അജ്നബി എന്ന് പറഞ്ഞാൽ അപരിചിതനായ, ഈ നാട്ടിലല്ലാത്ത ആൾ എന്നാണ്. അപ്പോൾ ദൂരെ നിൽക്കുക, വിട്ടു നിൽക്കുക എന്നെല്ലാമുള്ള അർത്ഥമാണ് യഥാർത്ഥത്തിൽ ആ വാക്കിനുള്ളത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ വിശദീകരിച്ചു. ഇസ്ലാമിൽ ജനാബത്തിന് ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം, ഒരാൾ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ ചില പ്രത്യേക ഇബാദത്തുകളിൽ നിന്നും, പ്രത്യേകിച്ചും നമസ്കാരം പോലെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇബാദത്തിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമസ്കാരം അയാളിൽ നിന്നും അകലും, അയാൾ നമസ്കാരത്തിൽ നിന്നും അകലുന്ന അവസ്ഥ, അതേപോലെ മറ്റു ഇബാദത്തുകളിൽ നിന്ന് അകലുന്ന അവസ്ഥ, അതിനാണ് ജനാബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയിലുള്ള ആ അർത്ഥം തന്നെയാണ് ഇസ്ലാമിലെ സാങ്കേതിക പദത്തിൽ ജനാബത്തിന് ആ വാക്ക് വരാനുള്ള കാരണം. ഇതേപോലുള്ള ആരാധനകളിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കണം. ഭാഷയിൽ അതിൻ്റെ അർത്ഥം വിട്ടു നിൽക്കുക, അകന്നു നിൽക്കുക എന്നതാണ്. ഇതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി സാങ്കേതികമായി ഒരാൾ ജനാബത്തുകാരനാണ്, ജുനുബാണ്, അല്ലെങ്കിൽ ജനാബത്തുകാരനാണ്, ഒരു സ്ത്രീ അതല്ലെങ്കിൽ ഒരു പുരുഷൻ ജനാബത്തുകാരനാണ് എന്ന് എപ്പോഴാണ് പറയുക? ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അൽ ജനാബത്തു വസ്ഫുൻ ലിർറജുലി വൽ മർഅ, ജനാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും പുരുഷനും നൽകപ്പെടുന്ന വസ്ഫാണ്, വിശേഷണമാണ്. എപ്പോഴാണ് ആ വിശേഷണം? ഇദാ ഹസല മിൻഹുമാ ജിമാഉൻ, അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് പറയപ്പെടുന്ന പേരാണ് ജനാബത്തുകാർ. ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു സ്ത്രീക്കും പുരുഷനും അതേ പേര് നൽകപ്പെടും. എപ്പോൾ? ഔ നുസൂലിൽ മനിയ്യി ബിശഹ്വത്തിൻ വലൗ മിൻ ഗൈരി ജിമാ, മനിയ്യ് പുറപ്പെടുക അഥവാ സ്ഖലനം സംഭവിക്കുക, ഇന്ദ്രിയ സ്ഖലനമുണ്ടാവുക. അപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും, ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ ഇന്ദ്രിയ സ്ഖലനമുണ്ടായാലും അത്തരം അവസ്ഥയിൽ പറയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥക്ക് പറയപ്പെടുന്ന പേരാണ് ജനാബത്ത്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ഇസ്ലാമിൽ ഒരാൾ ജനാബത്തുകാരനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഇന്ദ്രിയ സ്ഖലനമുണ്ടാവുക. ഈ രണ്ട് അവസ്ഥയിലും ഒരാൾ എന്തായി? ജനാബത്തുകാരനായി മാറി. ഇതാണ് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇനി എപ്പോഴാണ് അങ്ങനെ ഒരാൾ ജനാബത്തുകാരനായി പരിഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനായി എപ്പോഴാണ് പരിഗണിക്കപ്പെടുന്നത്? അതേപോലെ തന്നെ ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായി എന്ന് എപ്പോഴാണ് പരിഗണിക്കപ്പെടുന്നത്? ഇതും ഗൗരവമുള്ള വിഷയമാണ്. നമുക്കൊരു ഹദീസിലൂടെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇമാം തിർമിദി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. സഅൽതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ മദിയി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദിയിനെ സംബന്ധിച്ച് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിനൽ മദിയി അൽ വുളൂ, മദി വന്നാൽ അതിന് വുളൂ ആണ് വേണ്ടത്. എന്നാൽ വമിനൽ മനിയി, മനിയ് വന്നാൽ അൽ ഗുസ്ലു, കുളിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. എന്താണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ മദീന് അത് വന്നു കഴിഞ്ഞാൽ വുളു എടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, കുളിക്കാൻ പറഞ്ഞില്ല. എന്നാൽ മനിയ് വന്നാൽ കുളിക്കാനും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമായി. ഒരു പുരുഷൻ്റെ അതല്ലെങ്കിൽ സ്ത്രീയുടെ ലൈംഗികാവയവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്നെ മനിയല്ല. അവിടെ വ്യത്യാസമുണ്ട്. എല്ലാറ്റിനും കുളി ആവശ്യവുമില്ല. ഇത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്താണ് മദിയ്, എന്താണ് മനിയ് എന്നൊക്കെ നമ്മൾ വിശദമായി ഇപ്പോൾ മനസ്സിലാക്കും. എന്നാൽ ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടിയ ഒന്നാമത്തെ പാഠം ശരിക്കും മനസ്സിലാക്കി വെക്കുക. പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ലൈംഗികാവയവങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്നെ മനിയല്ല, അതിന്
കുളിക്കേണ്ടതില്ല. എന്നാൽ വുളു മുറിയുന്ന അവസ്ഥകളുണ്ടാകും, ശുദ്ധിയാക്കേണ്ട അവസ്ഥകളുണ്ടാകും. അതേതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് മനിയ്യ്. എന്താണ് മനിയ്യ്? കാരണം മനിയ്യ് വന്നാൽ കുളിക്കണം. ഒരു ഹദീസ് നമ്മൾ നോക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നമാ അർറജുലി ഗലീദുൻ അബ്യദു വമാഉൽ മർഅ റഖീഖുൻ അസ്ഫറു. ഒരു പുരുഷൻ്റെ ഇന്ദ്രിയമെന്ന് പറയുന്നത്, സ്ഖലനം സംഭവിക്കുമ്പോഴുള്ള ഇന്ദ്രിയം, അതല്ലെങ്കിൽ മനിയ്യ് എന്ന് പറയുന്നത്, അത് കട്ടിയുള്ളതും വെളുത്ത നിറമുള്ളതുമാണ്. എന്നാൽ സ്ത്രീയുടേത് അത് കട്ടി കുറഞ്ഞതും എന്നാൽ മഞ്ഞ നിറമുള്ളതുമാകുന്നു. അപ്പോൾ ഇതാണ് മനിയ്യ്. ഇത് സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ ഈ പറഞ്ഞ രൂപത്തിൽ പുറത്തു വന്നാൽ അവർ കുളിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതുണ്ടാകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ആനന്ദത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവർ എത്തുകയും അവരുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാവുകയും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈംഗികമായ ആഗ്രഹത്തിന് ശമനമുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ലൈംഗിക ആഗ്രഹത്തിന് ശമനമുണ്ടാകുന്ന രൂപത്തിലും അതിൻ്റെ പൂർത്തീകരണമുണ്ടാകുന്ന സന്ദർഭത്തിലും ആനന്ദത്തോടുകൂടി പുറപ്പെടുന്ന ഈ രണ്ട് ദ്രാവകങ്ങൾക്കാണ് മനിയ്യ് എന്ന് പറയുന്നത്. പുരുഷൻ്റേത് വെള്ള നിറമാണ്, കട്ടിയുള്ളതാണ്. സ്ത്രീയുടേത് മഞ്ഞ നിറമുള്ളതും ലോലവുമാണ്. പക്ഷേ അത് വരുന്നതോടുകൂടി രണ്ടു കൂട്ടർക്കും ശമനമുണ്ടാകുന്നു, ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മജ്മൂഇൽ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ മനിയ്യാണ് വന്നത് എന്നത് മനസ്സിലാക്കാൻ രണ്ട് അടയാളങ്ങളുണ്ട്. വലഹു ഖാസിയത്താൻ എന്നാണ്. രണ്ട് അടയാളമുണ്ട്. ഒന്ന്, അന്ന റായിഹതഹു കറായിഹത്തി മനിയ്യിർ റജുൽ. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഒരു പ്രത്യേകതരം ഗന്ധം അതിന് ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം അത്തലദ്ദുദു ബി ഖുറൂജിഹി, അത് പുറപ്പെടുമ്പോൾ അവർക്ക് ലൈംഗികമായ ആനന്ദമുണ്ടാകുന്നു. വഫുതൂറു ഖുവ്വതിഹ അഖ്ബ ഖുറൂജിഹി, അത് പുറത്തു വന്നാൽ അവരുടെ ഖുവ്വത്തിൽ കുറവ് സംഭവിക്കുകയും അങ്ങനെ അവർക്ക് ലൈംഗിക ശമനമുണ്ടാവുകയും ചെയ്യുന്നു. അക്രമക്കുമുല്ലാഹ്, അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാന്യത നൽകട്ടെ. ഈ കാര്യം വളരെ വ്യക്തമായി ഉലമാക്കൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്, എപ്പോഴാണ് കുളിക്കേണ്ടത് എന്നത് ഒരടിമ അറിഞ്ഞിരിക്കണം. അത് സ്ത്രീയും അറിഞ്ഞിരിക്കണം, പുരുഷനും അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം വിഷയങ്ങളെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത് സഹോദരങ്ങളെ? നാം ഇത് വളരെ കൃത്യമായി പറയുന്നത് എല്ലാ മാന്യതകളോടും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുക. ഇത് പറയുന്നത് നമ്മുടെ ഇബാദത്തുകളുമായി ഇത് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇതിൽ ഹയാ പാടില്ല, ഇതിൽ ലജ്ജ പാടില്ല. ഇതിൽ ലജ്ജിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾക്കാണ് കുഴപ്പം പറ്റുക. അതുകൊണ്ടാണ് നാം ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലാണ് മനിയ്യ് പുറപ്പെട്ടു എന്ന് പറയുക. അത് ലൈംഗിക ശമനത്തിൻ്റെ സന്ദർഭത്തിൽ പുറപ്പെടുന്നതാണ്. ആ സന്ദർഭത്തിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് വമിനൽ മനിയ്യി അൽ ഗുസ്ലു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് വുളു എടുക്കണം എന്ന് പറഞ്ഞ വിഷയം ഏതാണ്? അതാണ് മദിയ്. മദിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതും പഠിക്കാം. ഫഹുവ മാഉൻ അബ്യദു, അത് വെള്ള നിറത്തിലുള്ള ഷിഫാഫായ അഥവാ ലോലമായ ഒരു സ്രവമാണ്, ദ്രാവകമാണ്. യഖ്റുജു ഇൻദ തഫ്കീരി ഫിൽ ജിമാ, അത് ലൈംഗികതയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴോ അതല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചുംബിക്കുമ്പോഴോ അവരുടെ സാമീപ്യമുണ്ടാകുമ്പോഴോ അതേപോലെയുള്ള സന്ദർഭത്തിൽ തുടക്കത്തിൽ പുറത്തേക്ക് വരുന്ന ലോലമായ വെള്ള നിറമുള്ള സ്രവത്തിനാണ് മദിയ് എന്ന് പറയുന്നത്. ആ മദിയ് വന്നു കഴിഞ്ഞാൽ അവിടെ കുളി നിർബന്ധമാകുന്നില്ല. കാരണം അത് മനിയല്ല. കാരണം മദിയ് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ശമനം ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടോ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തുടക്കത്തിലുള്ള സ്രവമാണത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, കുൻതു റജുലൻ മദ്ദാഅൻ, എനിക്ക് മദിയ് ധാരാളമായി വരുന്ന ഒരു പുരുഷനായിരുന്നു ഞാൻ. കാരണം അത് സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേറൊരാളെ ഏർപ്പാടാക്കി. കാരണം നബിയുടെ മകളുടെ ഭർത്താവായതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഹയാ ഉണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. എന്താണത്? തവദ്ദ, വുളു എടുത്താൽ മതി. അങ്ങനെ വന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വുളു എടുക്കണം. പക്ഷേ വുളു എടുത്താൽ മാത്രം പോരാ, വഗ്സിൽ ദക്കറക്, നിൻ്റെ ലൈംഗികാവയവം നീ ശുദ്ധിയാക്കുകയും വേണം.
അതുകൊണ്ട് തന്നെ അതിനോട് ഖിയാസാക്കിക്കൊണ്ട് ഉലമാക്കൾ വ്യക്തമാക്കി പറഞ്ഞു, അത് വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിൻ്റെ ആ ഭാഗവും കഴുകിക്കളയണം. അപ്പോൾ മദിയ വന്നു കഴിഞ്ഞാൽ ലൈംഗികാവയവങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കഴുകുക, വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വസ്ത്രം കഴുകുക. അതേപോലെ തന്നെ വുളു ഉണ്ടെങ്കിൽ അത് വുളു മുറിഞ്ഞതായി പരിഗണിക്കപ്പെടും, മാറ്റി വുളു എടുക്കുകയും ചെയ്യുക. എന്നാൽ കുളിക്കേണ്ടതില്ല. കുളി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനാണ്. ഇനി മൂന്നാമത് കൂടിയുണ്ട്, അതിനാണ് അൽ വദി എന്ന് പറയുന്നത്. വദി ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഹുവ അൽ മാഉസ് സഖീനുൽ അബിയൽ. ധാരാളം ആളുകൾ ചോദിക്കുന്ന വിഷയമാണ്. അതും വെള്ള നിറമുള്ള കട്ടിയുള്ള ഒരു ദ്രാവകമാണ്. മൂത്രമൊഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടോ അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമോ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന കട്ടിയുള്ള ഒരു വെള്ള ദ്രാവകം. അത് പലപ്പോഴും മനിയിനോട് കാണാൻ സാമ്യത ഉണ്ടാകും. പക്ഷേ അത് വദിയാണ് എന്നെങ്ങനെയാണ് മനസ്സിലാകുന്നത്? യാതൊരു ലൈംഗിക ചിന്തയുമില്ലാത്ത സന്ദർഭത്തിൽ അതുണ്ടാകും. മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിലോ മൂത്രമൊഴിച്ചതിന് ശേഷമോ. ഇത് സ്ത്രീകൾക്കും ഉണ്ടായേക്കാമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ആലം. എന്നാൽ പുരുഷനിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്താൽ മതി? അങ്ങനെയുള്ളത് കാണപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴുകണം, വൃത്തിയാക്കണം. അത് ശരീരത്തിലായിട്ടുണ്ടെങ്കിൽ, വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കണം. അതേപോലെ തന്നെ ചില ഭാരമുള്ള വല്ലതും എടുത്താലും അത് പുറത്തേക്ക് വരാറുണ്ട്. ഭാരമുള്ള വല്ലതും എടുത്തു, അതല്ലെങ്കിൽ കഠിനമായി അധ്വാനിക്കുന്ന സന്ദർഭത്തിലും അങ്ങനെ കാണപ്പെട്ടേക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശഹ്വത്തൊന്നുമില്ലാതെ, വികാരമൊന്നുമില്ലാതെ അത് കാണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വുളു മുറിഞ്ഞു പോകുന്നതാണ്. വുളു മുറിയും, അതേപോലെ തന്നെ കഴുകുകയും ചെയ്യുക. എന്നാൽ അപ്പോഴും അത് വന്നു, അതിന് മനിയിനോട് സാമ്യതയുണ്ട് എന്ന് കരുതി കുളിക്കേണ്ടതില്ല. അപ്പോൾ എപ്പോഴാണ് കുളിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അതേ സന്ദർഭത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുരുഷനുണ്ടാകുന്ന രൂപത്തിലുള്ളതെല്ലാം സ്ത്രീകൾക്കും ഉണ്ടാകാം. അതിനു പുറമെ സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്രവം. അത് അവരറിയാതെ തന്നെ ഒരു പക്ഷേ അവരുടെ പ്രൈവറ്റ് പാർട്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിന് കട്ടിയുള്ള വിയർപ്പിനോട് സാമ്യതയുണ്ടാകും, വെള്ള നിറവും ഉണ്ടായിരിക്കാം. അത് പലപ്പോഴും ഗർഭാശയത്തിൽ നിന്ന് വരുന്നതാണ്. അത് വരികയും വ്യക്തമായ നനവ് കാണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവരും അത് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കുകയും എന്നിട്ട് വുളു എടുക്കുകയും വേണം. അതിന് വുളു നിർബന്ധമാണ്. വുളു നിർബന്ധമാണ്. എന്നാൽ അത് നജസാണോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നജസല്ല, അത് തഹൂറാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം. എന്തായാലും ശുദ്ധീകരിക്കണം, വുളു എടുക്കുക. ശുദ്ധീകരിക്കട്ടെ അവർ, അതേപോലെ തന്നെ വുളു എടുക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഗർഭാശയത്തിൽ നിന്ന് അങ്ങനെ ചില സ്രവങ്ങൾ വരാറുണ്ട്. അവരും ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി കുളിക്കേണ്ടതില്ല, മറിച്ച് ശുദ്ധീകരിച്ചാൽ മതി, വുളു എടുത്താൽ മതി. നേരത്തെ പറഞ്ഞ മറ്റു 3 കാര്യങ്ങൾ, അതിൽ വദി വന്നാലും മദി വന്നാലും പുരുഷന്മാർ വുളു മുറിഞ്ഞു പോകും, വുളു എടുക്കണം. അത് എവിടെയാണോ ഉണ്ടായിട്ടുള്ളത് അവിടെ ശുദ്ധീകരിക്കുകയും വേണം. എന്നാൽ മനിയ് വന്നു കഴിഞ്ഞാൽ വികാരശമനത്തിൻ്റെ സന്ദർഭത്തിൽ ശക്തിയായി സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും പുറപ്പെടുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് കുളി നിർബന്ധമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് അതിനെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാലാണ് കുളിക്കേണ്ടത്. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ മനസ്സിലാക്കാം. ഏതെല്ലാം സന്ദർഭത്തിലാണ് കുളി നിർബന്ധമാകുന്നത് എന്ന് ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യജിദുൽ ബലല വലാ യദ്കുറു ഇഹ്തിലാമ ഖാല യഗ്തസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഒരാളെക്കുറിച്ച്. എന്താണത്? രാത്രിയിൽ അയാൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ അയാളുടെ വസ്ത്രത്തിൽ മനിയ് കാണപ്പെടുന്നുണ്ട്, നനവ് കാണപ്പെടുന്നുണ്ട്. പക്ഷേ സ്വപ്നത്തിൽ അങ്ങനെ ഒരു താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുക, അതല്ലെങ്കിൽ അതേപോലെയുള്ള കാണലുകൾ, അതിനാണ് ഇഹ്തിലാം എന്ന് പറയുന്നത്. പക്ഷേ അയാൾ അങ്ങനെ സ്വപ്നം കണ്ടതായി ഓർക്കുന്നേയില്ല. പക്ഷേ തൻ്റെ വസ്ത്രത്തിൽ മനിയ് കാണപ്പെടുന്നു, സ്ഖലനം സംഭവിച്ചതായി, നനവുള്ളതായി അയാൾ കാണപ്പെടുന്നു. എന്തു വേണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഗ്തസിലു, അയാൾ കുളിക്കട്ടെ എന്നാണ്. കാരണം അങ്ങനെ സ്വപ്നം കണ്ടതായിട്ട് ഓർമ്മയില്ലെങ്കിലും ഈ മനിയ് പുറപ്പെട്ടു എന്ന് തോന്നിയാൽ യഗ്തസിൽ, കുളിക്കട്ടെ. എന്നാൽ വേറൊരാളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, അനിർ റജുലി യറാ അന്നഹു ഖദ് ഇഹ്തലമ വലാ യജിദുൽ ബലൽ. എന്നാൽ വേറൊരു വ്യക്തി
സ്വപ്നത്തിൽ താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടു, പക്ഷേ അയാൾ നനവൊന്നും കാണുന്നില്ല, അഥവാ മനിയി സ്ഖലനം സംഭവിച്ചതായി ഉള്ള ഒരടയാളവുമില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ ഗുസ്ല അലൈ, അയാൾ കുളിക്കേണ്ടതില്ല. നോക്കൂ, വളരെ കൃത്യമാണ്. സ്വഹാബികളുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം ഇത് പഠിച്ച് മനസ്സിലാക്കാനാണ്. ഒരാൾ സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് അയാൾ കുളിക്കേണ്ടതില്ല. മറിച്ച് നനവുണ്ടെങ്കിൽ സ്വപ്നം കണ്ടതായി അറിഞ്ഞിട്ടില്ലെങ്കിലും കുളിക്കുകയും വേണം. അപ്പോൾ വിഷയം എന്താണ്? ഇൻസാലുൽ മനി അഥവാ സ്ഖലനം സംഭവിക്കലാണ് കുളി നിർബന്ധമാക്കി തീർക്കുന്ന കാര്യം. ഇത് സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഇത് പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾക്കില്ല എന്നാണ്. ഈ ഒരു തെറ്റിദ്ധാരണ സ്വഹാബത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. നമുക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു സത്യം വിശദീകരിക്കുന്നതിൽ നിന്ന് അല്ലാഹു ലജ്ജിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഫഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത്, ഒരു സ്ത്രീ രാത്രിയിൽ സ്വപ്നം കണ്ടാൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടോ അതേപോലെയുള്ള സ്വപ്നമോ കണ്ടാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ റഅത്തിൽ മാഅ എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടാൽ തന്നെ കുളിക്കണമോ എന്നാണ് അവരുടെ ചോദ്യം. രണ്ടാമത് പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവൾ നനവ് കാണുന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യട്ടെ? കുളിക്കട്ടെ. ഫഗത്തത് ഉമ്മു സലമ തഅനി വജ്ഹഹ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുഖം പൊത്തിക്കൊണ്ട് നാണിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് അവ തഹ്തലിമുൽ മർഅ, ഒരു സ്ത്രീക്ക് അങ്ങനെയുള്ള സ്വപ്നം കാണുകയും അതേപോലെ തന്നെ അവളിൽ നിന്ന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യുമോ? സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുമോ എന്നാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, തെരിബത് യമീനുക്, നിന്റെ വലത് കൈയിൽ മണ്ണ് പുരളട്ടെ. ഫബിമ യുഷ്ബിഹുഹാ വലതുഹ, പിന്നെന്തുകൊണ്ടാണ് കുട്ടികൾ ചിലർ ഉമ്മയെപ്പോലെ ആകുന്നത്? കാരണം അക്കാലഘട്ടത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പുരുഷന് മാത്രമേ സ്ഖലനം സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു, പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട്. ഖുർആൻ അത് ആവർത്തിച്ചു പറയുന്നു, രണ്ടുപേരുടെയും ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കുമുണ്ട്, സ്ത്രീകൾക്കില്ല എന്ന് വിചാരിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലായത്, സ്ഖലനം സംഭവിച്ചാൽ അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ അവർ കുളിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരു സ്ത്രീയെക്കുറിച്ച്, തറാഫി മനാമിഹ മാ യറ റജുൽ, ഒരു പുരുഷൻ കാണുന്നത് പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകളും കാണുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ അലൈഹാ ഗുസ്ലുൻ ഹത്താ യൻസിലൽ മാഉ, സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൾ കുളിക്കേണ്ടതില്ല. കമാ അന്ന റജുല ലൈസ അലൈഹി ഗുസ്ലുൻ ഹത്താ യുൻസില, ഏതുപോലെ തന്നെ പുരുഷനും സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കേണ്ടതില്ല. അപ്പോൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്ഖലനം സംഭവിച്ചാൽ കുളിക്കണം. ഇത് വ്യക്തമാണല്ലോ, ഇത് വ്യക്തമായി. അപ്പോൾ നാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, സ്വപ്നം കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ രൂപത്തിൽ മനിയ് പുറപ്പെട്ട് കഴിഞ്ഞാൽ, സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ, ആ സ്ഖലനം സംഭവിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അയാൾ കുളിക്കേണ്ടതാണ്.